അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഒരു കടായിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ബ്രെഡ് ഇട്ട് കൊടുക്കാം. കുറച്ച് വലിയ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ബ്രെഡാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം എടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 400 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ കഷ്ണങ്ങളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണം, ബ്രെഡ് ഒന്ന് മൊരിയിച്ചെടുക്കണം. ബ്രെഡ് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും. തിരിച്ചും മറിച്ചു വിട്ടും നല്ലൊരു ഗോൾഡൻ നിറാവുന്നവരെ ബ്രെഡൊന്ന് മൊരിയിച്ചെടുക്കുക. ചിക്കനും അതിൻ്റെ കൂടെ വെന്ത് കിട്ടണം. ഫ്ലെയിം വേണം വെച്ച് കൊടുക്കണം. ഫ്ലെയിം കൂട്ടിയിടരുത്, എന്നാൽ പിന്നെ ബ്രെഡ് കരിഞ്ഞു പോകും. 2 സൈഡും ബ്രെഡ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു വശവും കൂടെ ഒന്ന് മൂത്ത് വരണം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആവണം. നല്ലോണം മൊരിഞ്ഞ് വരണം ബ്രെഡ്. ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. 2 വശവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആവട്ടെ. ബ്രെഡ് ഇതാ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. കോരി മാറ്റിയതിന് ശേഷം ഒരു അരിപ്പയിലിട്ട് വെക്കുകയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലിട്ട് വെക്കുകയോ, എണ്ണ മുഴുവനും ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ബ്രെഡ് മൂത്ത് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ആ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ചിക്കൻ്റെ നിറമൊക്കെ മാറി ഉള്ളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ്റെയും ബ്രെഡിൻ്റെയും ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ബ്രെഡ് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എണ്ണ കുടിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ടിഷ്യൂ പേപ്പറിൽ വെച്ച് അതിൻ്റെ എണ്ണയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് മുറിച്ചിടുക. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ചിക്കനൊക്കെ കണ്ടില്ല, നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള പോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത്, തീരെ പൊടിയായിട്ട് കട്ട് ചെയ്യണ്ട, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 വെളുത്തുള്ളി അല്ലിയും 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചതച്ച മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും 1 ടീസ്പൂൺ ചേർക്കാവുന്നതാണ്. അപ്പോൾ കുരുമുളക് ചേർക്കേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്താൽ മതിയാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ സോയ സോസും 1 ടേബിൾ സ്പൂൺ കെച്ചപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. കെച്ചപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുത്താൽ മതി. കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. കെച്ചപ്പ് ചേർത്തിട്ടുണ്ട്, അതിനൊക്കെ ആവശ്യത്തിന് ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നോക്കുക. ആദ്യം ആവശ്യം കുറവുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, അതിൽ വെച്ചിട്ട് 2 ബാച്ചായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് അരച്ചെടുക്കുക. ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ 2 ബാച്ചായിട്ടല്ലേ ഇത് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കയ്യിലൊന്ന് എണ്ണ തടവിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തു. ഇതിൽ നിന്നും എത്ര മിക്സ് വേണോ അനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ അതാ ഒരു നാരങ്ങ വലിപ്പത്തിൽ എടുത്തു. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് നമുക്ക് കനം കുറച്ച് വേണം ഷേപ്പ് ചെയ്തെടുക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മളിത് ഓയിലിട്ട് ഇനി ഫ്രൈ ചെയ്യുന്നില്ല. കനം കുറച്ചിട്ട് ഈ ഒരു ഷേപ്പിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു കനത്തിൽ റെഡിയാക്കി എടുക്കുക. ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം.
അപ്പോൾ അതെല്ലാം ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റായി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ നല്ലോണം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. 2 ബ്രെഡ് പൊടിച്ച് എടുത്തിട്ടുള്ളതാണ്. ഇതിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുക്കുക. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുത്ത ഓരോന്നും ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. നമ്മളിത് ഫ്രൈ ചെയ്തല്ല എടുക്കുന്നത്, മൊരിയിച്ച് കുറച്ച് എണ്ണയിൽ മൊരിയിച്ചാണ് എടുക്കുന്നത്. എണ്ണയിൽ ഫ്രൈ ചെയ്യാവുന്നവർ അങ്ങനെ ചെയ്യുക. പക്ഷെ നമ്മൾ ആദ്യം ബ്രെഡ് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തത് കൊണ്ട് ഇങ്ങനെ മൊരിച്ചെടുത്താൽ മതിയായിരിക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി കുറച്ചും കൂടെ ഉണ്ട്. അത് രണ്ടാമത്തെ ബാച്ച് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇതൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു വശം നല്ലൊരു ഗോൾഡൻ നിറം ആവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ബാക്കി ഇച്ചിരി എണ്ണ ഉണ്ട്, അതിൽ തന്നെ മൊരിഞ്ഞ് വന്നോളൂ. ഈ വശം ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇപ്പോൾ 2 വശവും നല്ലതുപോലെ ഇതാ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് 2 വശവും മൊരിയിച്ചെടുക്കാം. എല്ലാം മൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ലോണം 2 വശവും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാട് എണ്ണയുടെ ഒന്നും തന്നെ ആവശ്യമില്ല. കണ്ടില്ലേ, പുറം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ്. കണ്ടില്ലേ, ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്